ഹായ് ഹലോ വെൽക്കം ടു ഓൾ സ്കോളേഴ്സ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പാർട്ട് 2 ആൻസേഴ്സ് ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കൂടുതലായി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള വസ്ത്രനാര്. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള വസ്ത്രനാര്. ആൻസർ പോളിസ്റ്റർ. രണ്ടാമത്തെ ചോദ്യം, ഏതു നൂറ്റാണ്ടിൽ ആണ് ഇന്ത്യയിൽ തുണി നിർമ്മാണം ആരംഭിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഏതു നൂറ്റാണ്ടിൽ ആണ് ഇന്ത്യയിൽ തുണി നിർമ്മാണം ആരംഭിച്ചത്. ആൻസർ 18-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ 18-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ തുണി നിർമ്മാണം ആരംഭിച്ചത്. മൂന്നാമത്തെ ചോദ്യം, വികര എന്തിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, വികര എന്തിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻസർ വിത്തുകൾ. വികര ഉൽപ്പാദിപ്പിക്കുന്നത് വിത്തുകളിൽ നിന്നുമാണ്. നാലാമത്തെ ചോദ്യം, ഉണങ്ങിയ പരുത്തിയിൽ നിന്നും കുരു കളയുന്ന പ്രക്രിയ. നാലാമത്തെ ചോദ്യം, ഉണങ്ങിയ പരുത്തിയിൽ നിന്നും കുരു കളയുന്ന പ്രക്രിയ. ആൻസർ ഗിന്നിങ്. ഉണങ്ങിയ പരുത്തിയിൽ നിന്നും കുരു കളയുന്ന പ്രക്രിയയാണ് ഗിന്നിങ്. അഞ്ചാമത്തെ ചോദ്യം, ഗ എന്ന ആകൃതിയിലുള്ള ഉപകരണം. അഞ്ചാമത്തെ ചോദ്യം, ഗ എന്ന ആകൃതിയിലുള്ള ഉപകരണം. ആൻസർ ഫ്രഞ്ച് കർ. ആൻസർ ഫ്രഞ്ച് കർ. ആറാമത്തെ ചോദ്യം, ഇരട്ട നൂൽ ഉപയോഗിച്ച് ചെയ്യുന്ന ടാക്കിംഗ്. ആറാമത്തെ ചോദ്യം, ഇരട്ട നൂൽ ഉപയോഗിച്ച് ചെയ്യുന്ന ടാക്കിംഗ്. ആൻസർ ടൈലേഴ്സ് ടാക്കിംഗ്. ഏഴാമത്തെ ചോദ്യം, രണ്ടു കഷ്ണം തുണി ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നതിനെ എന്തു പറയുന്നു. ഏഴാമത്തെ ചോദ്യം, രണ്ടു കഷ്ണം തുണി ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നതിനെ എന്തു പറയുന്നു. ആൻസർ സീം. രണ്ടു കഷ്ണം തുണി ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് സീം എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, ഡ്രസ് സീമിന്റെ മറ്റൊരു പേര്. എട്ടാമത്തെ ചോദ്യം, ഡ്രസ് സീമിന്റെ മറ്റൊരു പേര്. ആൻസർ പ്ലെയിൻ സീം. ഒമ്പതാമത്തെ ചോദ്യം, ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന്റെ മറ്റൊരു പേര്. ഒമ്പതാമത്തെ ചോദ്യം, ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന്റെ മറ്റൊരു പേര്. ആൻസർ ലൂപ്പ് സ്റ്റിച്ച്. പത്താമത്തെ ചോദ്യം, നേരിയ തുണികൾ തയ്ക്കുമ്പോൾ അതിന്റെ അറ്റം മടക്കി ഹെം ചെയ്യുന്നതിന് പകരം വളരെ നേർമയായിട്ട് ചുരുട്ടി അതിനു മീതെ ചെയ്യുന്ന സ്റ്റിച്ച്. ഇതിന്റെ ആൻസറിലേക്ക് കിടക്കുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത്, ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ചെറിയൊരു, നമ്മുടെ സ്കോളേഴ്സ് ഹബ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് കേറ്ററ്റ് ആൻഡ് സ്വീയിങ് കോഴ്സുകൾക്കായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇനി ആൻസറിലേക്ക് കിടക്കാം. വിപ്പിംഗ്. എന്താണ് ആൻസർ? വിപ്പിംഗ്. 11ാമത്തെ ചോദ്യം, പരുത്തി ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം. 11ാമത്തെ ചോദ്യം, പരുത്തി ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം. ആൻസർ ഇന്ത്യ. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 12ാമത്തെ ചോദ്യം, ബാലരാമപുരം കസവ് സാരികൾ ഏതു സംസ്ഥാനത്തിന്റെ ആണ്. 12ാമത്തെ ചോദ്യം, ബാലരാമപുരം കസവ് സാരികൾ ഏതു സംസ്ഥാനത്തിന്റേതാണ്. കേരള. ബാലരാമപുരം കസവ് സാരികൾ ഏതു സംസ്ഥാനത്തിന്റേതാണ്? കേരള. 13ാമത്തെ ചോദ്യം, തുണി നിർമ്മിക്കുന്നതിനുള്ള യന്ത്രം. 13ാമത്തെ ചോദ്യം, തുണി നിർമ്മിക്കുന്നതിനുള്ള യന്ത്രം.
തുണി നിർമ്മിക്കുന്നതിനുള്ള യന്ത്രമാണ് തറി. 2 തരത്തിലുള്ള തറികളുണ്ട് അല്ലേ? കൈത്തറിയും തറിയും. ഹാൻഡ്ലൂം ആൻഡ് പവർലൂം. 14ാമത്തെ ചോദ്യം ഫുൾ ഫോം ഓഫ് ml റേഷ്യോ. 14ാമത്തെ ചോദ്യം ഫുൾ ഫോം ഓഫ് ml റേഷ്യോ. മെറ്റീരിയൽ ലിക്വിഡ് റേഷ്യോ. ml റേഷ്യോന്റെ പൂർണ്ണമായിട്ടുള്ള പേരാണ് മെറ്റീരിയൽ ലിക്വിഡ് റേഷ്യോ. 15ാമത്തെ ചോദ്യം വെള്ളത്തിൽ അലിയുന്ന ചായം. 15ാമത്തെ ചോദ്യം വെള്ളത്തിൽ അലിയുന്ന ചായം. റിയാക്റ്റീവ് ഡൈ. വെള്ളത്തിൽ അലിയുന്ന ചായം ഏതാണ്? റിയാക്റ്റീവ് ഡൈ. 16ാമത്തെ ചോദ്യം ഡെക്കറേറ്റീവ് ഡൈയുടെ മറ്റൊരു പേര്. 16ാമത്തെ ചോദ്യം ഡെക്കറേറ്റീവ് ഡൈയുടെ മറ്റൊരു പേര്. റെസിസ്റ്റ് ഡൈ. എന്താണ് ഡെക്കറേറ്റീവ് ഡൈയുടെ മറ്റൊരു പേരാണ്? റെസിസ്റ്റ് ഡൈ. 17ാമത്തെ ചോദ്യം സർദോസിയുടെ ആരംഭം. 17ാമത്തെ ചോദ്യം സർദോസിയുടെ ആരംഭം. പേർഷ്യ. സർദോസിയുടെ ആരംഭം പേർഷ്യയിൽ നിന്നാണ്. 18ാമത്തെ ചോദ്യം പൗൺസിംഗ് മെത്തേഡിൽ ദ്വാരമിടാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 18ാമത്തെ ചോദ്യം പൗൺസിംഗ് മെത്തേഡിൽ ദ്വാരമിടാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ പ്രിക്കർ. 19ാമത്തെ ചോദ്യം കാന്ത വർക്കിലും ചിക്കൻകാരി വർക്കിലും ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. 19ാമത്തെ ചോദ്യം കാന്ത വർക്കിലും ചിക്കൻകാരി വർക്കിലും ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. ആൻസർ റണ്ണിംഗ് സ്റ്റിച്ച്. കാന്ത വർക്കിലും ചിക്കൻകാരി വർക്കിലും ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഏതാണ്? റണ്ണിംഗ് സ്റ്റിച്ച് ആണ്. 20ാമത്തെ ചോദ്യം എംബ്രോയിഡറി തയ്യലുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ച്. 20ാമത്തെ ചോദ്യം എംബ്രോയിഡറി തയ്യലുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ച്. ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള സ്റ്റിച്ച് ആണ്. എംബ്രോയിഡറി തയ്യലുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ച് ആണ് ബാക്ക് സ്റ്റിച്ച്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി സ്റ്റേ ട്യൂൺ.